ഒരിടവേളയ്ക്ക് ശേഷം ഗവർണർ സർക്കാർ പോര് വീണ്ടും രൂക്ഷമാവുകയാണ്. അടിക്ക് തിരിച്ചടിയെന്ന പഴയകാല സ്ഥിതിയിലേക്ക് വീണ്ടും നീങ്ങുന്നു. തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ സർക്കാരിനെ വെട്ടിലാക്കിക്കൊണ്ട് ഗവർണർ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഒപ്പിടാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഓർഡിനൻസ് ഗവർണർ മടക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നാണ് ഗവർണറുടെ വിശദീകരണം. 2019 തദ്ദേശ വാർഡ് വിഭജനത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ മടക്കിയിരുന്നു. തുടർന്ന് നിയമസഭാ സമ്മേളനം വിളിച്ച് സർക്കാർ ബില്ല് പാസാക്കുകയായിരുന്നു. പിന്നീട് കോവിഡ് സാഹചര്യത്തിൽ വാർഡ് വിഭജനം നടപ്പാക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് വിഭജനം നടത്താൻ ഉദ്ദേശിച്ചാണ് സർക്കാർ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് ഓർഡിനൻസ് ഗവർണർക്ക് അയച്ചത്. ഇത് മടക്കിയതോടെ സർക്കാർ വെട്ടിലായിരിക്കുകയാണ്. ജൂൺ 10 നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട്. സഭ ചേർന്നാൽ പിന്നെ ഓർഡിനൻസിന് പ്രസക്തിയില്ലാതാകും. പിന്നെ ബില്ല് കൊണ്ടുവരാൻ സർക്കാർ നിർബന്ധിതരാകും എന്നതും മറ്റൊരു വസ്തുത തന്നെയാണ്. കേരള സർവകലാശാല സെനറ്റ് നിയമനം ഹൈക്കോടതി റദ്ദാക്കിയത് ഗവർണർക്കേറ്റ വലിയ പ്രഹരമായിരുന്നു. അതിന് തിരിച്ചടിയായാണ് ഇപ്പോഴത്തെ ഗവർണറുടെ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ സ്വന്തം നിലയ്ക്ക് നാമനിർദ്ദേശം ചെയ്ത ഗവർണറുടെ തീരുമാനമാണ് റദ്ദാക്കിയിരുന്നത്. പരാതി പരിഗണിച്ച് തീരുമാനമെടുക്കാനാണ് ചാൻസലർക്ക് കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് നിയമനം റദ്ദാക്കിയത്. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശം നൽകാനും ഉത്തരവുണ്ടായിരുന്നു. കേരള സർവകലാശാല നിയമപ്രകാരം ഹ്യൂമാനിറ്റീസ്, ശാസ്ത്രം, കല, കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്ന 4 പേരെ ചാൻസലറായ ഗവർണർക്ക് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യാം. സർവകലാശാലയിൽ നിന്ന് നൽകുന്ന പട്ടികയിലെ യോഗ്യരായ വിദ്യാർത്ഥികളെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്യുന്നതാണ് നിലവിലെ നടപടി. എന്നാൽ സർവകലാശാല 8 പേരെ നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഈ ലിസ്റ്റിലെ 8 പേരിൽ ഒരാളെയും പരിഗണിക്കാതെയാണ് ചാൻസലർ സ്വന്തം തീരുമാനമെടുത്തത്. ഗവർണർ സ്വന്തം തീരുമാനമെടുത്തുകൊണ്ട് 4 പേരെ നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു. ABVP പ്രവർത്തകരായിരുന്നു ഗവർണർ നാമനിർദ്ദേശം ചെയ്ത ആ 4 പേരും. ചാൻസലർ എന്ന നിലയിൽ സ്വന്തം തീരുമാനപ്രകാരം സെനറ്റ് നിയമനം നടത്താമെന്നതായിരുന്നു ഗവർണറുടെ വാദം. ഇതാണ് സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. എന്തു തന്നെയാണെങ്കിലും സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു ഗവർണറുടെ ഈ നീക്കം എന്നുള്ളതും ഏറെ ശ്രദ്ധേയം തന്നെയാണ്. യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് പലപ്പോഴും SFI ഗവർണറുടെ പല നീക്കങ്ങളെയും തടഞ്ഞിരുന്നു. പ്രതിഷേധം ആളിക്കത്തിയപ്പോൾ ഗവർണറുടെ വഴിതടയലിലേക്കും കരിങ്കൊടി കാണിക്കലിലേക്കും നീങ്ങിയിരുന്നു. SFIയുടെ ഈ നീക്കത്തിന് CPMന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു എന്നതിന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ തന്നെ പരോക്ഷമായി സൂചന നൽകിയതുമാണ്. എന്നാൽ ഇപ്പോഴുള്ള ഗവർണറുടെ നീക്കത്തോടെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രം അല്പം മങ്ങലേറ്റ തർക്കത്തിന് വീണ്ടും തുടക്കമാവുകയാണ്.